ടൈപ്സ് ഓഫ് ഇ ഫയലിംഗ് ആണ് ടോപ്പിക്ക്. ഇ ഫയലിംഗ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഫയലിംഗ് ആണ്. അതൊരു പ്രോസസ്സാണ്. ടാക്സ് പ്രിപ്പറേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റിലൂടെ ടാക്സ് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇ ഫയലിംഗ് എന്ന് പറയുന്നത്. സബ്മിറ്റ് ചെയ്യുന്ന ടാക്സ് റിലവൻറ്റ് ടാക്സ് അതോറിറ്റി പ്രീ അപ്രൂവ് ചെയ്തിരിക്കണം. ഇൻകം ടാക്സ് റിട്ടേൺസ് ഇലക്ട്രോണിക്കലായിട്ട് ഫയൽ ചെയ്യാൻ 3 ways ഉണ്ട്. ഓപ്ഷൻ 1 എന്ന് വെച്ചാൽ ഇ ഫയൽ വിത്തൗട്ട് DSC. DSC എന്ന് വെച്ചാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ കേസിൽ ITRV ഫോം ജനറേറ്റ് ചെയ്യുന്നത് ഈ കേസിലാണ്. ദി ഫോം ഷുഡ് ബി പ്രിൻ്റഡ് ആയിരിക്കണം, സൈൻ ചെയ്തിരിക്കണം ആൻഡ് CPCക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ യൂസ് ചെയ്യുന്നത് ഓർഡിനറി പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റാണ്. അത് ഇ ഫയലിംഗ് ചെയ്തിട്ട് 120 ദിവസത്തിനുള്ളിലായിരിക്കും ചെയ്യുക. അവിടെ പിന്നെ വേറൊരു ഫർദർ ആക്ഷൻസിൻ്റെ ആവശ്യമില്ല ITVR ഫോം സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ ത്രൂ ആൻ റിട്ടേൺ ഇൻ്റർമീഡിയറി ERI വിത്ത് ഓർ വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട്. പിന്നെ തേർഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ യൂസ് DSC ഓർ EVC ടു ഇ ഫയൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഫർദർ ആക്ഷൻസിൻ്റെ ആവശ്യമില്ല. DSC അല്ലെങ്കിൽ EVC ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ടൈപ്സ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് റിട്ടേൺ ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഇലക്ട്രോണിക്കലായിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ 1 എന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ യൂസിങ് ഫയലിംഗ് OTP. അതിൽ അവൈലബിൾ ആയിരിക്കുന്നത് ടോട്ടൽ ഇൻകം ഈസ് ലെസ് ദാൻ ₹5 lakh ഓർ 0 റീഫണ്ട്. ഓപ്ഷൻ 2 എന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ യൂസിങ് നെറ്റ് ബാങ്കിങ് ലോഗിൻ. തേർഡ് എന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ യൂസിങ് ആധാർ ഓർ OTP വാലിഡേഷൻ. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ ഹൗ ടു ഫയൽ ടു അപ്ലോഡ് ഇൻകം ടാക്സ് റിട്ടേൺ. സ്റ്റെപ്പ് 1 എന്ന് വെച്ചാൽ ഹോം പേജിൽ ഡൗൺലോഡ് സെക്ഷനിൽ പോവുക. എന്നിട്ട് റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയറിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഫോം സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ലോഗിൻ ടു ഫയലിംഗ് ആപ്ലിക്കേഷൻ ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ്സിൽ പോയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫോംസ് എടുത്തിട്ട് റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയറിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫോം സെലക്ട് ചെയ്യുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എക്സൽ യൂട്ടിലിറ്റി ഓഫ് ദി ഇൻകം ടാക്സ് റിട്ടേൺ ITR ഡൗൺലോഡ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫിൽ ദി എക്സൽ യൂട്ടിലിറ്റി ആൻഡ് വാലിഡേറ്റ് ഇൻകം ടാക്സ് റിട്ടേൺ പ്രീഫില്ല് ചെയ്യുക. പേഴ്സണൽ ആൻഡ് ഇൻകം ടാക്സ് ഇൻഫർമേഷൻസും. അപ്പോൾ പ്രീഫില്ല് ചെയ്യുക ഫയലിംഗ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ്സിൽ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ പ്രീഫൈൽഡ് ആയിട്ടുള്ള XML ഡിസൈഡ് പാത്തിൽ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എക്സൽ യൂട്ടിലിറ്റി ഓപ്പൺ ചെയ്തിട്ട് പ്രീഫിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് എവിടെയാണോ അപ്പിയർ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തിട്ട് പാത്ത് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എവിടെയാണോ XML സേവ് ചെയ്തത് അവിടെ ക്ലിക്ക് OK കൊടുക്കുക. ഇപ്പോൾ ഡീറ്റെയിൽ യൂട്ടിലിറ്റി അപ്ലോഡ് ആവുക അത് ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ സ്റ്റെപ്പ് 4 എന്ന് വെച്ചാൽ XML ഫയൽ ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്യുക ഡിസൈഡ് പാത്ത് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ. ഇത് XML എന്ന് വെച്ചാൽ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. അത് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡാറ്റ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ഇപ്പോൾ നെറ്റ്വർക്ക് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ XML സ്റ്റാൻഡേർഡ് ഫ്ലെക്സിബിൾ ആക്കാനും ഇൻഫർമേഷൻ ഫോർമാറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ പബ്ലിക്കിന് ഇൻ്റർനെറ്റ് വഴി ഇലക്ട്രോണിക്കലായിട്ട് ഡാറ്റ ഷെയർ ചെയ്യാനും പറ്റും. ഇനി സ്റ്റെപ്പ് 5 എന്ന് വെച്ചാൽ ഫയലിംഗ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഫയൽ അപ്ലോഡ് റിട്ടേണിൽ പോവുക. സ്റ്റെപ്പ് 6 എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫോം സെലക്ട് ചെയ്യുക അസസ്മെൻറ്റ് ഇയറിൽ. ഇനി സ്റ്റെപ്പ് 7 എന്ന് വെച്ചാൽ ബ്രൗസ് ആൻഡ് സെലക്ട് ദി XML ഫയൽ. പിന്നെ സ്റ്റെപ്പ് 8 എന്ന് വെച്ചാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അത് അവൈലബിൾ
ആപ്ലിക്കബിളും ആണെങ്കിൽ. ഇനി സ്റ്റെപ്പ് 9 എന്ന് വെച്ചാൽ ക്ലിക്ക് സബ്മിറ്റ്. പിന്നെ 10th സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സക്സസ്ഫുൾ അപ്ലോഡ്സിന് റിട്ടേൺസ് വെരിഫൈ ചെയ്യും ഇലക്ട്രോണിക്കലായിട്ട്. പിന്നെ 11th സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ വെരിഫിക്കേഷൻ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ടാക്സ് പേയേഴ്സിന് ചൂസ് ചെയ്യാൻ കഴിയും. ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് അത് ഈ വെരിഫൈ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ITR 1 ഓർ ITR 4S ഓൺലൈൻ. അപ്പോൾ ടാക്സ് പേയേഴ്സിന് ITR 1 അല്ലെങ്കിൽ ITR 4 സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ XML ഓർ ബൈ ഓൺലൈൻ സബ്മിഷൻ വഴി. അല്ല സ്റ്റെപ്പ് 1 എന്ന് വെച്ചാൽ ഇ-ഫയലിംഗ് ആപ്ലിക്കേഷൻസ് ലോഗിൻ ചെയ്യുക. സ്റ്റെപ്പ് 2 ഗോ ടു ഇ-ഫയൽ പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ITR ഓൺലൈൻ ഉണ്ടാക്കുക. പിന്നെ തേർഡ് എന്ന് വെച്ചാൽ ITR ഫോം ITR 1 അല്ലെങ്കിൽ ITR 4S അസസ്മെൻറ്റ് ഇയറിലെ സെലക്ട് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫിൽ ഇൻ ദി ഡീറ്റെയിൽസ് ആൻഡ് ക്ലിക്ക് ദി സബ്മിറ്റ് ബട്ടൺ. പിന്നെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സക്സസ്ഫുള്ളായിട്ട് സബ്മിഷൻ ആയിട്ടുണ്ടെങ്കിൽ റിട്ടേൺസ് ഇലക്ട്രോണിക്കലായിട്ട് വെരിഫൈ ചെയ്യും. സിക്സ്ത് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ വെരിഫിക്കേഷൻ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടാക്സ് പേയേഴ്സിന് ചൂസ് ചെയ്യുക ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് ഈ വെരിഫൈ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ടു അപ്ലോഡ് ഇൻകം ടാക്സ് ഫോം അതർ ദാൻ ഇൻകം ടാക്സ് റിട്ടേൺ ബൈ ടാക്സ് പ്രൊഫഷണൽസ്. അപ്പോൾ അതിലെ സ്റ്റെപ്പ് 1 എന്ന് വെച്ചാൽ ഡൗൺലോഡ്സ് സെക്ഷനിൽ പോവുക, സെലക്ട് ചെയ്യുക ആപ്ലിക്കബിൾ ഇൻകം ടാക്സ് ഫോം റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയറിലെ, അല്ലെങ്കിൽ ലോഗിൻ ടു ഇ-ഫയലിംഗ് ആപ്ലിക്കേഷൻ ആൻഡ് ഗോ ടു ഡൗൺലോഡ്സ്. ഡൗൺലോഡ് ഫോംസ് അല്ലെങ്കിൽ സെലക്ട് ആപ്ലിക്കബിൾ ഇൻകം ടാക്സ് ഫോം ഓഫ് ദി റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയറിലെ ഡൗൺലോഡ് ചെയ്യാം. സ്റ്റെപ്പ് 2 എന്ന് വെച്ചാൽ എക്സൽ യൂട്ടിലിറ്റി ഓഫ് ദി ഇൻകം ടാക്സ് ഫോം ഡൗൺലോഡ് ചെയ്യുക. സ്റ്റെപ്പ് 3 എന്ന് വെച്ചാൽ ഫിൽ ദി എക്സൽ യൂട്ടിലിറ്റി ആൻഡ് വാലിഡേറ്റ്. സ്റ്റെപ്പ് 4 എന്ന് വെച്ചാൽ ജനറേറ്റ് ആൻഡ് XML ഫയൽ സേവ് ഇൻ ദി ഡിസൈഡ് പാത്ത് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇൻ ദി ഡെസ്ക്ടോപ്പ് സിസ്റ്റം. പിന്നെ ഫിഫ്ത്ത് എന്ന് വെച്ചാൽ ലോഗ് ഇൻ ടു ഇ-ഫയലിംഗ് ആപ്ലിക്കേഷൻ ആൻഡ് ഗോ ടു ഇ-ഫയൽ അപ്ലോഡിംഗ് ഫോം. പിന്നെ സിക്സ്ത് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഫോം അസസ്മെൻറ്റ് ഇയറിലെ സെലക്ട് ചെയ്യുക. സെവൻത്ത് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബ്രൗസ് ആൻഡ് XML ഫയൽ സെലക്ട് ചെയ്യുക. എയ്ത്ത് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അപ്ലോഡ് DSC. ആൻഡ് 9th സ്റ്റെപ്പ് ക്ലിക്ക് സബ്മിറ്റ്. പിന്നെ 10th സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഫോം അസസ്സിക്ക് ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യും. 11th സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അസസ്സി ഷുഡ് ലോഗിൻ ടു ഇ-ഫയലിംഗ് ആപ്ലിക്കേഷൻ, എന്നിട്ട് ഗോ ടു വർക്ക് ലിസ്റ്റ് ആൻഡ് ആക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്ട് ദി ഇൻകം ടാക്സ് ഫോം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്രൂവൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യും. ഇ-ഫയലിംഗ് ആപ്ലിക്കേഷൻ നമ്പറിൽ ഫർദർ ആയിട്ട് ആക്ഷൻസ് റിക്വയർ ആയിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇനി 13th സ്റ്റെപ്പ് എന്ന് വെച്ചാൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ടാക്സ് പ്രൊഫഷണൽസിന് ഇ-ഫയൽ ഇൻകം ടാക്സ് ഫോം ഒന്നുകൂടി ഉണ്ടാക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ നമ്മളിപ്പോൾ ഇത്രയും മെൻഷൻ ചെയ്ത സെയിം സ്റ്റെപ്സ് പ്രകാരം തന്നെ. ഇപ്പോൾ പ്രസൻറ്റേഷൻ ഇ-ഫയലിൽ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ ടു ഹെൽപ്പ് ഇ-ഫയലിംഗ് പ്രസൻറ്റേഷൻ അതിൽ പോയാൽ പ്രസൻറ്റേഷൻ ഇ-ഫയലിൽ വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ടോപ്പിക്ക്.